പച്ചപ്പാടങ്ങളായിരുന്നു വയനാടിന്റെ സമൃദ്ധിയുടെ അടയാളം. മാനന്തവാടി ഇടവക പഞ്ചായത്തിലെ കമ്മനയിൽ രാമൻ എന്ന കൃഷിക്കാരന്റെ നെൽപ്പാടമാണിത്. രാമനെപ്പോലുള്ള കൃഷിക്കാരൻ വയനാട്ടിലിപ്പോൾ വേറിട്ട കാഴ്ചകളാണ്. 5 ഏക്കറിലാണ് കൃഷി. 10 വയസ്സു മുതൽ പാടത്തിറങ്ങിയ രാമന് 54 വർഷത്തെ കൃഷി അറിവുണ്ട്. കൈവശമായി പൂർവികരിൽ നിന്ന് ലഭിച്ച 40 ഇനം പൈതൃക വിത്തുക്കളുമുണ്ട്. ആദായമല്ല രാമനെ കൃഷി തുടരാൻ പ്രേരിപ്പിക്കുന്നത്. രാസവളങ്ങളോ കീടനാശിനം തന്നെ ഉപയോഗിക്കാതെ പാരമ്പര്യ കൃഷിയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതിൽ കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്നില്ലെങ്കിലും ഈ ഭൂമിക്കും എൻ്റെ ഭക്ഷണത്തിനും ദീർഘായുസ്സുണ്ട്. എളുപ്പം പണം തരും എന്നതു തന്നെയാണ് മറ്റു കൃഷിക്കാരെ വാഴകൃഷിയിലേക്ക് എത്തിച്ചത്. ഈ രീതിയിൽ കൃഷിക്കാർക്ക് മുന്നോട്ട് പോകുമല്ല, അവർക്കൊരു വരുമാനം ഉണ്ടാവുമെങ്കിൽ അവർ കൃഷിയിൽ നിൽക്കും. ജനങ്ങളെല്ലാം വാഴയിലേക്ക് മാറാനുള്ള കാരണം വാഴ ഇപ്പോൾ കുറച്ച് മെച്ചമായ ഒരു ഇത് കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. വാഴകൃഷി വ്യാപകമായതോടെ മണ്ണ് വരണ്ടുണങ്ങി. കീടനാശിനി രാസവളപ്രയോഗവും ഏറുകയും ചെയ്തു. 1960-ൽ 60,000 ഹെക്ടറിൽ നെൽകൃഷിയുണ്ടായിരുന്നു. 2010-ലെ കണക്കുപ്രകാരം അത് 10,000 ഹെക്ടറിൽ താഴെയാണ്. വാഴ, കവുങ്ങ്, ഇഞ്ചി എന്നീ കൃഷികളാണ് പകരം വന്നത്. ഈ കൃഷിയുടെ അനന്തരഫലമാകട്ടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത ഇല്ലാതാക്കുന്നു, നീരൊഴുക്കുകൾ ഇല്ലാതാക്കുന്നു, ക്രമേണ കുടിവെള്ളവും. ക്യാമറാമാൻ വിൽസണൊപ്പം സോഫിയ ബിന്ദ്, മീഡിയ 1.